formal introduction. You're very passionate about food. Thank you. I'm like, you want to know about the food, you know about the food, and then you talk about the food. Sometimes ambience ഒരു പ്രയോറിറ്റിയും കാണത്തില്ല, ഫുഡ് അടിപൊളിയായിരിക്കാം. കാരണം ഒരു കഫേഡേക്ക് വാല്യൂ ഇരിക്കുന്നത് റിപ്പീറ്റ് കസ്റ്റമേഴ്സ് ആയിരിക്കും. ഇങ്ങനെ കോഫി വാങ്ങി തരുമോ എന്നൊക്കെ ചോദിക്കുവായിരുന്നു. That's my first experience of a cafe. Before we even heard the word pizza and cheese, they introduced pizza here. ട്യൂഷൻ ക്ലാസ് കഴിഞ്ഞാൽ വേറൊരു മീറ്റിംഗ് പോയിന്റ് ആംബ്രോസി ആയിരുന്നു. പിന്നെ വൈറ്റ് ആംബിൾ കാണാൻ അങ്ങനെ ആക്ച്വലി ഓർക്കുട്ടിലെ കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. By the way, like everybody knows her. പ്രത്യേകിച്ച് നമുക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഫോർമൽ ഇൻട്രൊഡക്ഷൻ. ഞങ്ങളുടെ ട്രിവാൻഡ്രത്തെ ഫസ്റ്റ് ഓഫ് അല്ലെ അങ്ങനെ തന്നെ പറയാം, ആദ്യത്തെ വളരെ കുറച്ച് വ്ളോഗേഴ്സിനെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള പ്രസൻസ് ഉണ്ടാക്കിയ ഒരു പേഴ്സൺ ആണ്. ആൻഡ് ട്രിവാൻഡ്രം മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്നതല്ല, ഷീസ് ലൈക്ക് ഷീസ് എവരിവെയർ. ആൻഡ് ദെൻ ഓൾസോ ബാക്കിയുള്ള പല വ്ളോഗേഴ്സിൽ നിന്നും വാട്ട് മേക്സ് യു ഡിഫറെന്റ്, വാട്ട് വി ഹാവ് ഫെൽറ്റ് ഇസ് ലൈക്ക് യു ആർ വെരി പാഷനേറ്റ് അബൌട്ട് ഫുഡ്. ഐ എം ലൈക്ക് യു വാണ്ട് ടു നോ അബൌട്ട് ദ ഫുഡ്, യു നോ അബൌട്ട് ദ ഫുഡ്, and then you talk about the food rather than just algorithms and like the reach. Honestly, algorithm crack ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ I think I would have gotten more followers. See, algorithm is a complex thing. ഫുഡിനെ ചുറ്റിപ്പറ്റി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ്. Why did I become a food blogger? Why? Because I have always wanted to be in hospitality industry. അങ്ങനെയാണ് എന്റെ ജേർണി തുടങ്ങുന്നത്. ആസ് എ ഷെഫ്, ആസ് സംതിങ് ഇൻ F&B അങ്ങനെ ചെയ്യണമെന്ന്. അതിലൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് now I'm like because of some allergy issues. കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എനിക്ക് എന്തോ ഇറ്റ് വാസ് നോട്ട് ഡെസ്റ്റിനി ഡിഡ് നോട്ട് want me to be in hospitality. പക്ഷെ റൈറ്റ് നൗ somehow ഈ ലൈഫ് കംസ് ഫുൾ സർക്കിൾ എന്ന് പറയുന്ന പോലെ റൈറ്റ് നൗ ഐ എം ടേക്കിംഗ് സർവീസ് ട്രെയിനിങ് ഫോർ സ്റ്റാഫ്സ് ഇൻ റെസ്റ്റോറൻറ്റ്സ്. ഐ ഡു കമ്മ്യൂണിക്കേഷൻ മാസ്റ്റർ ക്ലാസ് ഫോർ ഹോസ്പിറ്റാലിറ്റി പ്രൊഫഷണൽസ്. അപ്പൊ എങ്ങനെയൊക്കെയോ കറങ്ങിത്തിരിഞ്ഞ് ഞാൻ ആ ഏരിയയിൽ എങ്ങനെയൊക്കെയോ എത്തി. പക്ഷെ അത് അതിന്റെ ജേർണിക്ക് ആ ഒരു എത്താൻ കാരണമായത് ഫുഡ് വ്ളോഗിംഗ്. നമ്മൾ യൂഷ്വലി പറയാറുണ്ടല്ലേ, the food is just like average but the service was great എന്നുള്ളൊരു സാധനം കേൾക്കാറുണ്ട്. അപ്പൊ ഞാൻ സർവീസ് ട്രെയിനിങ് ചെയ്ത ആരെങ്കിലും. സോ എന്താണ് വാട്ട് യു തിങ്ക് ആക്ച്വലി, അതായത് ഒരു റെസ്റ്റോറന്റിന്റെ ഏറ്റവും വലിയ ഒരു സെല്ലിംഗ് പോയിന്റ് തന്നെ USP എന്ന് പറയുന്നത് അതിന്റെ സർവീസ് ആണ്. കാര്യം ഫുഡ് നല്ല ഒരിടത്താണെന്നുണ്ടെങ്കിലും നമ്മൾ ചിലപ്പോൾ തിരിച്ചു പോകണമെന്നില്ല if the people there are like rude. So apart from the food or like ഫുഡിനെക്കാളും മുകളിൽ നിൽക്കുന്ന ക്രിട്ടിക്കൽ ആയിട്ടുള്ള സക്സസ് പോയിന്റ്സ് ഉണ്ടോ? 100%. സോ നമുക്ക് ഇപ്പൊ റെസ്റ്റോറൻറ്റ്സ് എടുത്ത് നോക്കിയാലില്ലേ, ഞാൻ ഓവറോൾ ദ വേൾഡ് അല്ല ലെറ്റ്സ് സേ ക്ലസ്റ്റർ. ഇപ്പൊ നമ്മള് ട്രിവാൻഡ്രം നമുക്ക് ഇവിടെയാണ് ഞാൻ കൂടുതൽ ഉള്ളത്. നമ്മൾ കേരള ഓവറോൾ എടുക്കുമ്പോൾ ഇതൊരു ക്യുമുലേറ്റീവ് എഫേർട്ടാണ്. ഇറ്റ്സ് എ ക്യുമുലേറ്റീവ് എഫേർട്ട് ഓഫ് ഫുഡ്, സർവീസ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആംബിയൻസ് ഓൾസോ പ്ലേസ് എ ഹ്യൂജ് റോൾ. പക്ഷെ ചില സമയത്ത് നമുക്ക് ആംബിയൻസിന്റെ പ്രയോറിറ്റി കൂടി പോകാൻ സാധ്യതയുണ്ട്. ബിക്കോസ് നമ്മൾ ബിൽഡ് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സ്ട്രക്ചർ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഞങ്ങൾ പാഷൻ പ്രോജക്ട്സ് ആയിട്ട് ഒരുപാട് പേര് തുടങ്ങുന്നുണ്ട്, കഫേസ്, റെസ്റ്റോറൻറ്റ്സ്, എന്താ പറയാ പിസ്സ പ്ലേസസ്. അപ്പൊ നമ്മൾ ഭയങ്കര എഫേർട്ട് ചില സമയത്ത് ആംബിയൻസിലിടും. വി വോണ്ട് ദ ഡീറ്റെയിൽ ഓഫ് ദ റെസ്റ്റോറന്റ് ടു ബി ലൈക്ക് ദാറ്റ്. പക്ഷെ ചിലപ്പോൾ ഫുഡിന് അത്രയും ഡെലിവറി ചെയ്യാൻ പറ്റത്തില്ല, ചിലപ്പോൾ സർവീസിന് അത്രയും ഡെലിവറി ചെയ്യാൻ പറ്റത്തില്ല. സംടൈംസ് ആംബിയൻസിന് ഒരു പ്രയോറിറ്റിയും കാണത്തില്ല, ഫുഡ് അടിപൊളിയായിരിക്കാം, സർവീസ് ഭയങ്കര കാഷ്വൽ ആയിരിക്കാം. അപ്പം ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് യു വോണ്ട് ടു ഡു, എല്ലാം കൂടെ വർക്ക് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇഫ് യു വോണ്ട് ഡു an upscale place, definitely these three things should come together. ഒരു അപ്സ്കെയിൽ കഫേ ആണ് നമുക്ക് ചെയ്യാൻ ആഗ്രഹമെങ്കിൽ നമുക്ക് ആംബിയൻസും അടിപൊളിയായിരിക്കണം, ഒരു കോസി ആയിരിക്കണം, നമുക്ക് ചെന്ന് ഇരുന്ന് വർക്ക് ചെയ്യാനോ ചില്ല് ചെയ്യാനോ തോന്നണം. അതേ സമയത്ത് കിട്ടുന്ന ഫുഡും നല്ലതായിരിക്കണം. സർവീസ് ഷുഡ് ഓൾസോ ബി ഹംബിൾ ആൻഡ് നൈസ്. ലൈക്ക് നമുക്ക് എല്ലാ ദിവസവും പോവാൻ തോന്നണം. കാരണം ഒരു കഫേഡേക്ക് വാല്യൂ ഇരിക്കുന്നത് റിപ്പീറ്റ് കസ്റ്റമേഴ്സ് ആയിരിക്കും. എന്നാൽ ഒരു നാടൻ കടയ്ക്ക് നമുക്ക് ആംബിയൻസിനെക്കാളും പ്രാധാന്യം നമ്മൾ ക്വിക്ക് ഈറ്റേഴ്സ് ആണ്. നമ്മൾ ചെല്ലുന്നു, ഇരിക്കുന്നു, കഴിക്കുന്നു, പോകുന്നു. അവിടെ ഫുഡിനാണ് കൂടുതൽ വാല്യൂ. പ്ലസ് സർവീസ് അടിപൊളിയായാൽ അത്രയും നല്ലത്. ചില ചേട്ടന്മാരുണ്ട് ഭയങ്കര സ്നേഹത്തോടെ വന്ന് സെർവ്. നമുക്ക് കഴിക്കാൻ നമ്മൾ ചിലപ്പോൾ ഇന്ന് ഊണ് മാത്രമേ കഴിക്കുള്ളൂ എന്ന് വിചാരിച്ച് പോയാലും നമ്മൾ ചിലപ്പോൾ 2 മീൻ ഫ്രൈ കഴിച്ചു പോകും അവർ സ്നേഹത്തോടെ തരുമ്പോൾ. അപ്പോൾ ആ ഒരു ആസ്പെക്ട് എനിക്ക് തോന്നുന്നു ഇത് മൂന്നിന്റെ ഒരു ബ്ലെൻഡ് ആണ്. ഡിപ്പെൻഡ്സ് ഓൺ എങ്ങനത്തെ പ്രോപ്പർട്ടി ആണോ അതിന്റെ ആ ഒരു ബ്ലെൻഡിങ് റേഷ്യോ മാറും. പക്ഷെ ഒരു കാര്യമേ ഉള്ളൂ, ഫുഡ് ആൻഡ് സർവീസ് ഷുഡ് ഓൾവേസ് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. നമ്മുടെ ഫുഡ് അടിപൊളി ആയാൽ അത്, പക്ഷെ സർവീസ് സ്റ്റാഫ് റൂഡ് ആണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിന് നമ്മുടെ മെന്റൽ ഹെൽത്തിനും ഫുഡിനോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉണ്ടല്ലോ. നമ്മൾ ഹാപ്പി ആണെങ്കിൽ ഫുഡിന് സ്വാദ് ഓട്ടോമാറ്റിക്കലി കൂടും. നമ്മൾ വിചാരിക്കും അയ്യോ ചേട്ടൻ ഇത്ര സ്നേഹത്തോടെ കൊണ്ട് തന്നില്ല, സോ നൈസ്, വെരി കോർഡിയൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഫുഡ് ഇസ് ഓൾവേസ്
ടേസ്റ്റ് ബെറ്റർ. പക്ഷെ ഒരു ഭയങ്കര പൊട്ട ഫുഡിനെ എത്ര കിടല സർവീസ് ചെയ്താലും രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സോ ഫുഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ആവറേജ് സ്കെയിലിൽ നിന്ന് കഴിഞ്ഞാലും ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും കറക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിലാണോ? ഐഡിയലി കാരണം നമ്മൾ കൊടുക്കുന്ന ഫുഡ് ഫ്രഷ് ക്വാളിറ്റി ആയാല് സർവീസ് വിൽ ഓൺലി ആഡ് മോർ വാല്യൂ ടു ഇറ്റ്. ഇപ്പോ സംതിങ് ആസ് സിമ്പിൾ ആസ് ഞാൻ എപ്പോഴും പറയും, ഞാൻ ട്രെയിനിങ് എടുക്കുമ്പോൾ ഐ ടെൽ ദം ദാറ്റ് നമ്മളിങ്ങനെ ചെന്നിട്ട് ഐ എം ഗോയിങ് ടു ബി ഹെൽപ്പിംഗ് യു ടുഡേ, ഐ എം ഗോയിങ് ടു ബി യുവർ ഹോസ്റ്റ് ഫോർ ടുഡേ. ഞാൻ എന്തെങ്കിലും സജസ്റ്റ് ചെയ്തോട്ടെ, നമ്മൾ ലോസ്റ്റ് ആയിരിക്കുന്ന 2 പേരെടുത്ത് വന്ന് ഞങ്ങൾ ഇവിടുത്തെ ബെസ്റ്റ് സെല്ലിംഗ് ഐറ്റം സജസ്റ്റ് ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ 2 ആസ്പെക്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. റെസ്റ്റോറന്റ് അതൊരു അപ്സെല്ലിംഗ് ആണ്. രണ്ടാമത് കഴിക്കുന്ന ആൾക്കാർക്കും ചിലപ്പോൾ കൺഫ്യൂസ് ആയിരിക്കുന്നവർക്ക് അവർ ദേ ഫീൽ അറ്റ് ഹോം, ഓ എനിക്ക് അത്രയും വർക്ക് ഇടണ്ട, ഞാൻ അത് കഴിച്ചിട്ട് അതിന്റെ റിവ്യൂ കൊടുക്കാം എന്നുള്ളത്. സോ ഇപ്പൊ ഒരു ആവറേജ് ഫുഡ് ആണെങ്കിൽ പോലും ആ ഹോസ്പിറ്റാലിറ്റി സർവീസും കാരണം നമുക്ക് ഒന്നുകൂടെ അവിടെ പോയി അവർക്ക് ഒരു ചാൻസ് കൂടെ കൊടുക്കാൻ തോന്നും. അപ്പൊ മീൻ വൈൽ ദേ കൻ വർക്ക് ഓൺ ദ ഫുഡ് ഓൾസോ. അപ്പം ഐ ഫീൽ ലൈക്ക് ഒരു എല്ലാം എലിവേറ്റ് ചെയ്യണം എക്സ്പീരിയൻസിന്. ആ എലിവേഷനോട് നമ്മൾ എപ്പോഴും അറ്റംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ യു ആർ എ ഹോസ്റ്റ്, യു ബിൻ ഡൂയിങ് MC, എവറി ഡേ യു വാണ്ട് ഡു ബെറ്റർ ദാൻ ദ പ്രീവിയസ് ഡേ ആണല്ലോ. അങ്ങനെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അതുപോലെ എല്ലാരും ആ എഫേർട്ട് റെസ്റ്റോറന്റിൽ ഇട്ട് കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ് വിൽ ബിക്കം എ ഹ്യൂജ് സക്സസ്. True that. Moving on, what we like, what is like that growing food culture is like basically if you take Trivandrum, and what are people eating actually? I'll tell you both sides, okay? The pros and cons. Okay. I always like addressing the elephant in the room also. Yeah. So, positive side ഞാൻ പറയാം. നമ്മൾ Eat at Trivandrum തുടങ്ങിയത്, ഐ മീൻ അരവിന്ദ് സൂചി തുടങ്ങിയത് ഓൾമോസ്റ്റ് 10 years ago ആണ്. 2015 ആണ്. 11th year ആണ് നമ്മളിപ്പോ റണ്ണി. അത് തുടങ്ങിയ സമയത്ത് പൂനെയിലായിരുന്നു അരവിന്ദ്. അപ്പൊ അരവിന്ദിന് നമ്മൾ 4 പേര് Eat at Trivandrum, നമ്മൾ 4 പേര്, അരവിന്ദ്, അസ്ലം, വിനയ്, ഞാൻ ട്രിവാൻഡ്രത്തിനോട് ഭയങ്കര പാഷനുള്ള ആൾക്കാരാണ്, അതേപോലെ ഫുഡിനോട്. ഇത് കമ്പൈൻ ചെയ്താണ് ഞങ്ങൾ Eat at Trivandrum തുടങ്ങുന്നത്, ഇതിനെ ഇത്ര ഗ്രോ ചെയ്യാനായിട്ടുള്ള പ്ലാൻ ഇടുന്നത്. ആ സമയത്ത് അരവിന്ദ് റിയലൈസ് ദാറ്റ് ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി കോൺസെപ്റ്റ് ഇല്ല ട്രിവാൻഡ്രത്ത്. ആൾക്കാർക്ക് വന്ന് സംസാരിക്കാൻ, ഫുഡിനെ പറ്റി സംസാരിക്കാൻ, ഒരു കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം കൊടുക്കാൻ. അങ്ങനെയാണ് Eat at Trivandrum ഫേസ്ബുക്ക് ഗ്രൂപ്പ് തുടങ്ങുന്നത്. ഇപ്പോഴും ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള ഭയങ്കര മോണിറ്റേർഡ് ആയിട്ടുള്ള ഫേസ്ബുക്ക് ഗ്രൂപ്പാണ് Eat at Trivandrum. അരവിന്ദ് ഉറങ്ങാറില്ല, ഇങ്ങനെ ഇരുന്ന് ഉറങ്ങാറില്ല. അരവിന്ദ് എവറി ഡേ, ഈവൻ ദോ ഹി ഹാസ് സോ മച്ച് വർക്ക്, ഹിൽ മേക്ക് ഷുവർ പോസ്റ്റ് അപ്രൂവലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആ സമയത്ത് ദർ വർ നോട്ട് മെനി ഓപ്ഷൻസ്. ട്രിവാൻഡ്രത്തുള്ളവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. കഫേ എന്ന് പറഞ്ഞാൽ പണ്ട് കഫേ കോഫി ഡേ നമ്മളിപ്പോ തുടങ്ങിയ സ്ഥലം കവടിയാറുള്ള CCD, ഇപ്പൊ ദ കോഫി അത് മാത്രമേ ഉള്ളൂ. പിന്നെ തോന്നിക്കല് CCD നമുക്ക് ശരിക്കും പേടിയായിരുന്നു, നമ്മുടെ പാരന്റ്സ് ഒന്നും നമ്മളങ്ങനെ വിടത്തില്ല. അതെ, എന്റെ ഐഡിയയില് പോക്കറ്റ് മണി ഒന്നും കോൺസെപ്റ്റ് ഇല്ല, അവിടെ പോയി കഴിക്കുന്നതൊന്നും നോട്ട് പോസിബിൾ. ചേട്ടന്റെ കൂടെ ഫ്രണ്ട്സ്, എന്റെ ചേട്ടൻ 7 years older ആണ്. ചേട്ടൻ ആ സമയത്ത് കുറച്ച് പൈസയൊക്കെ ഉള്ളതുകൊണ്ട് ബാൻഡിലൊക്കെ പാടി കുറച്ച് കാശുള്ളതുകൊണ്ട് ഞാൻ ചേട്ടന്റെ കൂടെ പോകും. എന്നിട്ട് ഇങ്ങനെ കോഫി വാങ്ങി തരുമോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. ദാറ്റ്സ് മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഓഫ് എ കാഫേ. അത് കഴിഞ്ഞ് ഫ്ലേവേഴ്സ് എന്ന് പറഞ്ഞൊരു കാഫേ വന്നായിരുന്നു വഴുതക്കാട് കോളേജിന്റെ അടുത്ത്. ദാറ്റ് വാസ് വേ അഹെഡ് ഓഫ് ഇറ്റ്സ് ടൈം. ഇന്ന് വന്നാൽ പോലും അടിപൊളിയായിരിക്കും. അപ്പൊ അത് പിന്നെ ഓൾ സ്പൈസ് തുടങ്ങി, സുപ്രീം ഓൾ സ്പൈസ്. ഇതിന്റെ ഒരു പിന്നെ അംബ്രോസി ഉണ്ടായിരുന്നു. സുപ്രീം ഓൾ സ്പൈസ് പക്ഷേ അതൊരു കഫേ മോഡൽ അല്ല, ഒരു റെസ്റ്റോ കഫേ മോഡൽ. അതെ, അംബ്രോസി ആയിരുന്നു എനിക്ക് തോന്നുന്നു. Ambrosia man, like before we even heard the word pizza and cheese, they introduced pizza here. Like that too authentic. They had some combos, okay? Combo 1, combo 2, എനിക്ക് പേര് ഓർമ്മയില്ല. ഒരു ബർഗർ, ഫ്രൈസ്, പെപ്സി, പിന്നെ ബർഗർ ജസ്റ്റ് പെപ്സി, അങ്ങനെയൊക്കെ കോമ്പോസ് ഉണ്ടായിരുന്നു. അംബ്രോസിയുടെ എത്രയോ വർഷം കഴിഞ്ഞിട്ടുള്ള ആനിവേഴ്സറിക്ക് ഞാൻ പറഞ്ഞിരുന്നു ക്യാൻ യു റീഇൻട്രൊഡ്യൂസ് എന്നൊക്കെ ഞാൻ അവരോട് ചോദിച്ചത്. ഒരു നൊസ്റ്റാൾജിയ മെനു പോലെ. നമ്മൾ ആ കാഫേയുടെ ഒരു കിടില സംഭവം എന്ന് വെച്ചാൽ ട്രിവാൻഡ്രത്ത് ആരത്ത് വെച്ചാലും മനസ്സിലാവും. സിറ്റിക്കകത്ത് പഠിച്ച സ്കൂൾസ്, ഇപ്പൊ സെന്റ് തോമസ്, ആര്യ, അവിടെയൊക്കെ പഠിച്ച, ഞാൻ ആര്യയില പഠിച്ചത്, സെന്റ് തോമസ്, എന്താ പറയാ, ലക്കോൾ, അവിടെയൊക്കെ പഠിച്ച പിള്ളേർക്ക് ചോദിച്ചറിയാം. ട്യൂഷൻ ക്ലാസ് കഴിഞ്ഞാൽ വേറൊരു മീറ്റിംഗ് പോയിന്റ് ആംബ്രോസി ആയിരുന്നു. പിന്നെ വൈറ്റ് ആംബിൾ കാണാൻ അങ്ങനെ ആക്ച്വലി ഓർക്കുട്ടിലെ കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. സീരിയസ്ലി അത് ഓർക്കുട്ടിലുണ്ടല്ലോ മാൻ. ആംബ്രോസിയില് അറ്റൻഡൻസ് രജിസ്റ്റർ പോലെ ഒരു സാധനം ഉണ്ടായിരുന്നു. പീപ്പിൾ വുഡ് സേ ഞാൻ ഇന്ന് പോയി, നീ പോയോ? ഞാൻ പോയി. ഇതിൽ ഫേസ്ബുക്കിൽ ഇപ്പൊ നമുക്ക് സ്ക്രാപ്പ്, അതുപോലെ അന്ന് ഓർക്കുട്ടില് നമുക്ക് ഒരു ഗ്രൂപ്പിന്റെ അകത്ത് ഇങ്ങനെ കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പം എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, പക്ഷെ we used to have that attendance register. അപ്പൊ ഡെയിലി ആളുകൾ ഞാൻ ഇവിടെ എത്തി എന്നിട്ടൊരു സാധനം ഉണ്ടായിരുന്നു. That is so cool. Ambrosia and all were like
Ambrosia was at least we can try to afford എന്നുള്ളതാണ്. All spice for me personally it was expensive at that time. കാരണം my parents used to not give me pocket money. അമ്മ സ്കൂളിൽ പോകുമ്പോ കാശ് തരും, ബസ് ടിക്കറ്റും അങ്ങനെ, അല്ലാതെ ആംബി പോയി കഴിക്കണമെന്നൊന്നും പറഞ്ഞില്ല. അപ്പൊ ആംബ്രോസിയ ആ കഫേ കൾച്ചറേ ഉള്ളൂ. പിന്നെ ഫേമസ് എവറി ടൈം പോകുന്ന റെസ്റ്റോറന്റ് സിന്ദൂർ പ്ലാസ, പണ്ടൊരു കലവറ എന്ന് പറഞ്ഞ റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ 2-3 കടകളുകൾ. Cut to 2026, we have so many options. But I personally feel we can still do so much more. കാരണം നമ്മളിപ്പോ ഒരു ഇവിടെ നിന്ന് കേരള ട്രിവാൻഡ്രം വിട്ട് കൊച്ചി പോയി കഴിഞ്ഞാൽ തന്നെ യു ഹാവ് മോർ ഓപ്ഷൻസ് ഫോർ പിസ്സ അലോൺ. പിസ്സറിയ മാത്രം കുറെ ഉണ്ട്, ഒരു 3-4 എങ്കിലും കാണും. ഏഷ്യൻ ഫുഡിന് പാൻ ഏഷ്യൻ എന്നുള്ള ബ്രാക്കറ്റ് മുറിച്ച് വി ഹാവ് ജാപ്പനീസ് ഫുഡിന് സ്ഥലമുണ്ട് കൊച്ചിയിൽ, വി ഹാവ് കൊറിയൻ ഫുഡിന് സ്ഥലമുണ്ട് കൊച്ചിയിൽ. പക്ഷെ ഇവിടെ ഇപ്പോഴും നമുക്ക് ട്രിവാൻഡ്രത്ത് പാൻ ഏഷ്യൻ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ പാൻ ഏഷ്യനേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ പാൻ ഏഷ്യനിൽ ഹനാമി ഉണ്ട്, ഓറിയന്റൽ കിച്ചൺ ഇൻസൈഡ് ഹയത്ത് ഉണ്ട്, ഓറിയന്റൽ സ്പൈസ് ഉണ്ട് ഈ സുപ്രീമിന്റെ, കഫേ മോജോ പണ്ട് പാൻ ഏഷ്യൻ ചെയ്യുമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു മൾട്ടി ക്വിസീൻ പോലത്തെ ഓപ്ഷൻസേ ഉള്ളൂ. വി സ്റ്റിൽ ഡോണ്ട് ഹാവ് എ നാരോ ഡൗൺ. ഇപ്പൊ ഒരു ക്ലൗഡ് കിച്ചൺ ഉണ്ട്, യോറിങ്ക എന്ന് പറഞ്ഞ ജാപ്പനീസ് ആൻഡ് കൊറിയന്റെ ഫ്യൂഷൻ. ഐ എം ബെഗിങ് ദം ടു സ്റ്റാർട്ട് an outlet. So ഞാൻ അതിലൊരു കാര്യം ചോദിച്ചോട്ടെ, അതിപ്പം ടോക്കിംഗ് അബൌട്ട് ദിസ്, ഇപ്പൊ നമുക്ക് there should be a reason why ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഫുഡ് ഈസ് ലൈക്ക് ബ്ലൂമിങ് അല്ലെ. അത് നമ്മളിപ്പോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് ഒരു മെഡിറ്ററേനിയൻ ഫുഡ് അല്ലെങ്കിൽ ആ ഒരു അറബിക് ഫുഡ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ outside cuisines എന്ന് പറയുമ്പോൾ the only thing which we know is Arabic. Correct. ഇപ്പൊ ഈസിലി അവൈലബിൾ. ഇപ്പൊ നമുക്ക് മെഡിറ്ററേനിയൻ ഒന്നും പറയുന്ന കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാരണം നമുക്ക് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ളത് മന്തി, അൽഫഹാം, ഷവായ. മെഡിറ്ററേനിയൻ ആയിട്ട് സ്പെസിഫിക് ആയിട്ട് ചെയ്യുന്ന റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല. കുറെ അറബിക് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. കുറച്ചുകൂടെ ബ്രോഡർ ടേം ഓഫ് മെഡിറ്ററേനിയൻ ചെയ്യുന്നത് ടേക്ക് ഓഫ് ആണ്, ഓബൈ താമരയുടെ റൂഫ് ടോപ്പ് റെസ്റ്റോറന്റ്. അവിടുത്തെ കുറച്ചുകൂടി ഇലാബറേറ്റ് മെഡിറ്ററേനിയൻ മെനു ആണ്. അപ്പം ഇത്രയും എന്റെ അറിവില് ഇങ്ങനത്തെ ക്വിസീൻസ് നമ്മൾ തട്ടി പോകുന്നുള്ളൂ. ഐ തിങ്ക് ദ ക്വസ്റ്റ്യൻ യു ആസ്ക്ഡ് ഞാൻ ചോദിക്കാൻ പ്രോബ്ലി there should be a reason why ഇത് മാത്രം ബ്ലൂം ചെയ്യുന്നതിന് റീസൺ ഉണ്ടാവാം. ആൻഡ് അഗൈൻ കമ്മിങ് ഓഫ് ദാറ്റ്, ലൈക് സ്പീക്കിംഗ് ഓഫ് ദാറ്റ്, സോറി പിടിച്ചു. അപ്പൊ നമ്മളുടെ എറണാകുളത്ത് around like 6-7 years back there was like a proper Japanese restaurant where like a Japanese chef was working. Still there, no? No, അവര് ക്ലോസ് ചെയ്തു. There is now there are like other restaurants, but like this particular one it closed. There's now a restaurant called OG Japanese, OJI, OG Ramen. Okay. I don't know if it's run by a Japanese person. I think so. ഇത് പ്രോപ്പർ ആയിട്ട് അവിടുത്തെ ജാപ്പനീസ് ഷെഫ് കുഞ്ഞു സ്ഥലം. I haven't visited it. ഞാൻ ഉണ്ടെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. Okay. പോണം, we should. Okay. അപ്പൊ അത് പക്ഷെ അന്നത്തെ കാലത്ത് തുടങ്ങി കഴിഞ്ഞിട്ട് ആളുകൾക്ക് ആ ടേസ്റ്റ് കറക്റ്റ് ആയിട്ട് അത് അക്സെപ്റ്റ് ചെയ്യാനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ബിക്കോസ് അവര് നമ്മൾ ഇവിടെ കഴിച്ച് വളർന്ന അല്ലെങ്കിൽ നമുക്ക് അഡാപ്റ്റഡ് ആയിട്ടുള്ള ഒരു ടേസ്റ്റിനോടാണ് കൂടുതലായിട്ട് ആളുകൾക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന മോഡലിലേക്ക് ഐ അണ്ടർസ്റ്റുഡ്. അപ്പം ആളുകളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റില്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു ബിസിനസ് പെർസ്പെക്റ്റീവില് how far it will be. Everybody would want to bring up new things. Even നമ്മൾ നോക്കുകയാണെങ്കിൽ എറണാകുളത്ത് this lady started that New York chunk cookies. അപ്പൊ when she brought it, നമ്മുടെ ഫസ്റ്റ് തോട്ടൻസിലൊക്കെ ഓക്കെ അവിടെ കോമ്പറ്റീഷൻ ഇല്ല, സോ ഇറ്റ് ഷുഡ് ബി ഈസി ഫോർ ഹർ ടു ബ്രിങ് ഇറ്റ് എന്നുള്ളതായിരിക്കും. ബട്ട് ദ ബിഗ്ഗസ്റ്റ് ചാലഞ്ച് ദാറ്റ് ഷീ ഫേസ് ഷീ വാസ് ആക്ച്വലി റീനറേറ്റിംഗ് ദ കുക്കീസ് ദാറ്റ് വി നോ അല്ലെ. അപ്പൊ ആളുകൾക്ക് ഇതെന്താ ബ്രൗണി പോലെ ഇരിക്കുവാണല്ലോ ഈ സാധനം, അല്ലെങ്കിൽ ഒരു കുക്കിക്ക് എന്താ ഇത്രയും വില, ആ കോൺസെപ്റ്റിലേക്ക് പോകുന്നില്ല. അപ്പൊ മേ ബി ആ ഒരു അവയർനെസ് മാറണം, അല്ലെങ്കിൽ പെർസ്പെക്ടീവ് ടുവേർഡ്സ് ദ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫുഡ് അത് മാറിക്കഴിഞ്ഞാൽ അല്ലെ ഇത്തരത്തിലുള്ള സാധനങ്ങൾക്ക് വരാനും പറ്റുള്ളൂ. ഐ എഗ്രി, ബട്ട് ഐ ഓൾസോ ഹാവ് എ ഡിഫറെന്റ് ഒപ്പീനിയൻ. ഐ എഗ്രി ദാറ്റ് നമ്മളിപ്പോ ഒരു സാധനം ഇപ്പൊ ഐ വുഡ് സേ ഇഫ് യു ഹാഡ് ബ്രോട്ട് ഇൻ ഓറിയന്റൽ കിച്ചൺ വിച്ച് ഇസ് ഇൻ ഹയത്ത് റൈറ്റ് നൗ, TOK, which does very good Pan Asian food. Okay, according to me, it does really good food. There is a black fungus beef and egg and all that. ഭയങ്കര ടേസ്റ്റിയാണ്. There's a soft shell crab. ഭയങ്കര അടിപൊളി മെനു ആണ്. If it had come like probably 7-8 years ago to Trivandrum, I don't know how much it would have worked. But today, Oriental Kitchen is almost always packed. And Oriental Kitchen the food തന്നെയാണ് Ivory Club മോളത്തെ റെസ്റ്റോ ബാറിലും ഓർഡർ പോകുന്നത്. Because most people, അവിടെ ഒരു മലബാറും ഉണ്ട്. That also has a മലബാർ. പക്ഷെ ബാറിലേക്ക് ഫുഡ് പോകുന്നത് കൂടുതലും ആൾക്കാർ താഴെ നിന്നാണ് ഓർഡർ ചെയ്യുന്നത്. So there are takers for it. Also right now, post-COVID, this is my perspective, it needn't be true, it's not fact, just an opinion. Observation is people have traveled more. People now the
the availability of knowledge on Instagram and YouTube and people watching and seeing inginathe food undu is humongous. Yeah. There are kids watching K-pop and wanting to eat ramyun, not Korean food, ramyun, or they want to eat bibimbap or kimbap ഒക്കെ കഴിക്കണം എന്ന് ആഗ്രഹമുള്ളവരുണ്ട്. So there are people who ഇപ്പൊ കുറച്ചുകൂടെ ഈസിയാണ് ഇൻഫർമേഷൻ. അപ്പൊ ക്യൂരിയോസിറ്റി ഓൾസോ ബ്രിങ്സ് ഇൻ ഒരു എന്താ പറയാ പോയി ട്രൈ ചെയ്യാം എന്നുള്ളൊരു എക്സൈറ്റ്മെന്റ്. ദാറ്റ് വിൽ ഹെൽപ് ദ റെസ്റ്റോറൻറ്റ്സ് ഐ ബിലീവ്. പക്ഷെ അതിന്റെ ചാലഞ്ച് സ്റ്റാഫിംഗ് ആണ്. സ്റ്റാഫിംഗ് എന്ന് പറയുമ്പോ ഞാൻ ഒരു രീതിയിലും ട്രിവാൻഡ്രത്തിന് ഡിമീൻ ചെയ്യല്ല. ട്രിവാൻഡ്രത്ത് നമ്മൾ ഇപ്പോഴും ആ സിറ്റി കുറച്ചുകൂടെ ഹാപ്പനിങ് ആയി വന്നുകൊണ്ടിരിക്കും. നമ്മൾ ഇവിടെ ജനിച്ചു വളർന്നവർക്ക് നമുക്ക് ഇത് ഭയങ്കര ഹാപ്പിനെസ് ആണ്. വി ആർ വെരി ഹാപ്പി അബൌട്ട് ട്രിവാൻഡ്രം. നമുക്ക് നമ്മൾ വൈകിട്ട് എല്ലാവരും ഒരു ചായക്കടയിൽ പോകും, എല്ലാവർക്കും ഒരു ഹാങ് ഔട്ട് സ്പോട്ട് ഉണ്ട്. അങ്ങനെ ഒരു സ്ലോ ലിവിങ്. എവിടെ ചെന്നാലും നമുക്ക് പരിചയമുള്ള രണ്ടുപേരെങ്കിലും കാണും. രണ്ടുപേരും അതിൽ കൂടുതലാണ് ട്രിവാൻഡ്രത്ത് ആക്ച്വലി. അപ്പം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇങ്ങനെ ഉണ്ടെങ്കിലും ഞാൻ കൊച്ചി ട്രിവാൻഡ്രം കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കൊച്ചി കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിട്ട് ഗ്രോ ചെയ്തു. ട്രിവാൻഡ്രം ഗ്രോ ചെയ്യും കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിട്ട്. അപ്പൊ സ്റ്റാഫിംഗ് കുറച്ചുകൂടെ ഓപ്പർച്യൂണിറ്റി വരും. കാരണം പീപ്പിൾ വുഡ് ലൈക്ക് ടു മൂവ് ടു ദ സിറ്റി ഫോർ ജോബ് ഓപ്പർച്യൂണിറ്റീസ്. Definitely Vinyam Port has a huge role to play in that. അതല്ലാതെ തന്നെ there has been developments, bigger brands coming in. എല്ലാവരും വരുന്നുണ്ട്. അപ്പം കുറെ കൂടെ സ്റ്റാഫിംഗ് ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ I think we can experiment more on that front എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.